ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഞങ്ങൾ കാശ്മീർ ട്രിപ്പ് പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ മസ്കറ്റിൽ നിന്നാണ് ശ്രീനഗറിലേക്ക് പോയത്. മസ്കറ്റിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല ശ്രീനഗറിലേക്ക്, അതുകൊണ്ട് ഡൽഹി കണക്ഷൻ ഫ്ലൈറ്റിലായിരുന്നു കേട്ടോ പോയത്. മാർച്ച് 1 നൈറ്റിനാണ് പോയത്. ഡൽഹിയിൽ ഒരു 4 hours ലേ ഓവറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാർച്ച് 2 9:30 കൂടി ഞങ്ങൾ ശ്രീനഗർ എയർപോർട്ടിൽ എത്തിയിട്ടോ. ഒരു 11 മണി ആയപ്പോൾ ലഗേജൊക്കെ എടുത്ത് പുറത്ത് വന്നപ്പോൾ അന്ന് ശ്രീനഗറിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയും തണുപ്പൊക്കെ ആയിട്ട് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നേ. പിന്നെ നമ്മുടെ ടൂർ ഓപ്പറേറ്റർ നമുക്ക് വേണ്ടി ഡ്രൈവറും വണ്ടിയൊക്കെ ഓൾറെഡി അവിടെ അറേഞ്ച് ചെയ്ത് നിർത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രീനഗറിൽ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ പുറത്തിറങ്ങിയിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മുടെ പ്രീപെയ്ഡ് സിം കാർഡ്സ് ഒന്നും അവിടെ വർക്കാവില്ല കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ അവിടെ നിന്ന് തന്നെ ഒരു പോസ്റ്റ് പെയ്ഡ് സിം കാർഡ് വാങ്ങേണ്ടി വന്നു. അപ്പോൾ അവിടെ അതിനുള്ള കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോസ്റ്റ് പെയ്ഡ് സിം കാർഡ് വാങ്ങി. അതിനുശേഷം ഡ്രൈവർ നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ റോയൽ ഹെറിറ്റേജ് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. റോയൽ ഹെറിറ്റേജ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ. നല്ല റൂമും, വൃത്തിയുള്ള റൂമും ബാത്റൂമും അതുപോലെ റെസ്റ്റോറൻറ്റും ഫുഡും എല്ലാം കൊണ്ടും നല്ലൊരു ആംബിയൻസ് ആയിരുന്നേ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആയതിന് ശേഷം ശ്രീനഗറിലെ ലോക്കൽ സൈറ്റ് സീയിങ്ങിനായിട്ട് അവിടെ നിന്ന് നമ്മൾ പോകുമായിരുന്നു. ശ്രീനഗറിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഞങ്ങളിപ്പോൾ തന്നെ റൂമിലൊക്കെ വന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേനും 12 മണി കഴിഞ്ഞായിരുന്നു. അത് കാരണം പിന്നെ മഴയും കൂടിയായ കാരണം കുറച്ച് ഇത് മാത്രമേ അന്ന് കണ്ടുള്ളൂ കേട്ടോ. അവിടെ ഒത്തിരി മുഗൾ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഗാർഡൻസ് ഉണ്ട്. നിഷാദ് ബാഗ്, ഷാലിമാർ ബാഗ്, ചഷ്മ ഷാഹി, പാരിമഹൽ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഗാർഡൻസ് കാണാനുണ്ട്. പിന്നെ നമുക്കുള്ളത് ശ്രീനഗർ സിറ്റിയുടെ മെയിൻ എന്താ പറയുക ഒരു മാർക്കറ്റ്, ലാൽ ചൗക്ക് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ദാൽ ലേക്ക്. നമ്മൾ റൂമിൽ വന്ന് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ നമ്മൾ പോയത് നിഷാദ് ബാഗ് എന്ന് പറഞ്ഞൊരു മുഗൾ ഗാർഡൻ കാണാനായിരുന്നു കേട്ടോ. അത് ദാൽ ലേക്കിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന വലിയൊരു ഗാർഡനാണ്. മുഗൾ ഭരണകാലത്ത് മുഗൾ ചക്രവർത്തിമാർ പണിതീർത്ത ഒരു ഗാർഡനാണെന്നാണ് പറയുന്നത്. ഒരുപാട് ഏരിയ ഉണ്ട്. അതിലേക്ക് ഒരു ചെറിയ എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ ഉണ്ട്. ഒരാൾക്ക് 23 രൂപയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു, അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു തണുവ് സമയമായതുകൊണ്ട് തന്നെ അധികം പച്ചപ്പൊന്നുമില്ല, കുറേ ഭംഗിയുണ്ടെന്ന് പറയാനായിട്ട് ഇപ്പം പറ്റില്ല. പക്ഷേ 2 മാസം കൂടെ കഴിയുമ്പോഴത്തേനും അവിടെ നല്ല ഗ്രീനറിയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ഗാർഡൻ, ഏറ്റവും ബെസ്റ്റ് ഗാർഡനാണ് കേട്ടോ അവിടുത്തെ. കുറേ വാട്ടർ ഫൗണ്ടെയിനും കാര്യങ്ങളൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ അതൊന്നും വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ നമ്മൾക്ക് അവിടെ നിന്നിട്ട് ഞാൻ കുറച്ചങ്ങ് കയറി അവിടെ തന്നെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുമായിരുന്നു. അതിൻ്റെ ഒരു സൈഡിലേക്ക് ദാൽ ലേക്കിൻ്റെ നല്ല മനോഹരമായ വ്യൂവും, മറ്റേ സൈഡിൽ മഞ്ഞ് മൂടി കിടക്കുന്ന മലകളായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ആ കാഴ്ചയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പുറത്ത് വന്നതിന് ശേഷം നമ്മൾ ശ്രീനഗറിലെ സിറ്റിയിലെ മെയിൻ മാർക്കറ്റായ ലാൽ ചൗക്ക് കാണാൻ പോയി. അവിടെ പോയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഒരുപാട് ഷോപ്പിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ഥലമാണ്. കാരണം ഒരുപാട് വെറൈറ്റി ഷോൾസും അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസും, പിന്നെ നമുക്ക് ശ്രീനഗറിൽ വരുമ്പോൾ നമ്മൾ ഈ തണുപ്പിനുള്ള ക്ലോത്ത്സൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ മേടിക്കാതെ വന്നെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ ലാൽ ചൗക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ബെസ്റ്റ് പ്രൈസിന് കിട്ടാവുന്ന ഒരുപാട് ഷോപ്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം ഷോപ്പിങ്ങിനൊന്നും നിന്നില്ല. നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് ആ ഒരു ഏരിയ ഒന്ന് കണ്ട്, സിറ്റി കണ്ട് നമ്മൾ വേഗം റൂമിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്